الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل وسلم وبارك عليه. സ്നേഹാദരവും ബഹുമാനവും നിറഞ്ഞ സാദാതീങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മജ്‌ലിസിന്റെ സ്നേഹനിധികളായ ഉമ്മപെങ്ങന്മാർ, പരിശുദ്ധ റമളാൻ ഷരീഫ് ഒരു മജ്‌ലിസ് പള്ളിയിൽ വെച്ച് നടത്തി മാസം തോറും നടത്തി വരാറുള്ള അതിമഹത്തായ സഖാഫിയ റാത്തീബ് നമ്മുടെ മാസത്തിന്റെ എണ്ണ പ്രകാരം ഇന്നാണ്. ചെറിയ പെരുന്നാൾ കഴിഞ്ഞ അതിന്റെ ശേഷമുള്ള യാത്ര പോക്കും കുടുംബബന്ധം പുലർത്തലും അതുപോലെ തന്നെ തീവ്രമായ ചൂടും എല്ലാം കൂടി ജനങ്ങൾ കുറച്ചും റെസ്റ്റിലാണ്, വിദൂരമായിരിക്കും. വീട്ടിലുള്ള ആളൊക്കെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ പരിപാടി വീക്ഷിക്കും. അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വെള്ളത്തിന്റെ അങ്ങേറ്റ പ്രയാസം നേരിടുന്ന സമയമാണ്. വെള്ളമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം 1, 2, 3 പ്രാവശ്യം കുളിക്കാനും വെള്ളത്തിന്റെ സ്പ്രേ അടിച്ചു വരുന്ന AC-ന്റെ ഉള്ളിലിരിക്കാനും കുടിക്കാനും ദാഹം തീർക്കാനും വേണ്ടുന്നത് വെള്ളമാണ്. പാല്, ഇളനീർ പോലെയുള്ള സാധനങ്ങൾ എല്ലാവരും കുടിക്കൂല. ലോകത്ത് സർവ്വ ജീവജാലങ്ങൾ കുടിക്കുന്ന ഒരു സാധനമാണ് വെള്ളം. കേരള സ്റ്റേറ്റ് SOS വെള്ളമാണ് ജീവൻ എന്ന മുദ്രാവാക്യത്തിലൂടെ സ്റ്റേറ്റിന്റെ അകത്തും പുറത്തും വ്യാപകമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ജലാശയങ്ങൾ, പയോരങ്ങൾ, പുഴകൾ, കിണറുകൾ വീണ്ടും നന്നാക്കിയെടുത്ത് സമൂഹത്തിന് കിണർ കുഴിച്ചു കൊടുക്കുകയും വെള്ളത്തിന്റെ ടാങ്ക് ഉണ്ടാക്കി വെള്ളം നിറച്ചു കൊടുക്കുകയും വെള്ളത്തിന്റെ പാത്രത്തിൽ വെള്ളം കൊടുക്കുകയും ധാരാളം വെള്ളവുമായ പ്രവർത്തനം നടക്കുന്നു. സ്വദഖത്തുൻ ജാരിയ, ജാരിയായ സ്വദഖപ്പെട്ടതാണ് വെള്ളം എന്നത്. കിണർ കുഴിച്ചു കൊടുക്കുക, ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുക എന്നത് വലിയ പുണ്യമുള്ള ഒരു കാര്യവും കൂടിയാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെട്ട ഒരാള് തന്റെ കുട്ടിയുടെ ജീവന്റെ ഏകദേശം ഭാഗം ജീവനില്ലാതെ ഡോക്ടർമാർ പോലും കൈവിട്ട സന്ദർഭത്തിൽ തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെടുകയും തങ്ങൾ ഉസ്താദ് അദ്ദേഹത്തിന് 11 റാത്തീബിന്റെ മജ്‌ലിസിലേക്ക് വരാനും ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പ്രയാസവും തീർത്തു തരുന്ന ഒരു അതിമഹത്തായ ദിക്റുകൾ സമാഹരിച്ചിട്ടുള്ള ഒരു റാത്തീബാണ് സഖാഫിയ റാത്തീബ്. ഏകദേശം ആൾക്കാർ 11 റാത്തീബിൽ വന്നിട്ട് രോഗം ശമനമുണ്ടായി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ കുട്ടിയുടെ ശരീരത്തിൽ ജീവനുണ്ട് എന്നതിന് നമുക്കൊന്ന് കാണാൻ പറ്റുന്നത് കണ്ണ് മാത്രം. കണ്ണ് ചിമ്പലും തുറക്കലും ചിമ്പലും തുറക്കലും ഇതല്ലാത്ത ബാക്കി മുഴുവനും ക്ഷയിച്ചു പോയിരിക്കും. ആ ഒരു അവസ്ഥയിൽ ഡോക്ടർമാർ കൈവിട്ട ഒരു കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നു. 11 റാത്തീബിന്റെ മജ്‌ലിസിൽ വരാൻ വേണ്ടി തങ്ങൾ ഏൽപ്പിച്ചു. കുട്ടിയുടെ ജീവൻ വീണ്ടും ബ്ലഡ് സർക്കുലേഷൻ പുനരുത്പാദനം ഉണ്ടാവുകയും കുട്ടിക്ക് ജീവൻ ഒന്നും കൂടെ ഉഷാറായി വരികയും ചെയ്യും. ആ ഉഷാറായി വന്നപ്പോൾ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. തങ്ങളെ
എന്റെ കുട്ടിയുടെ ജീവന് വേണ്ടി ഞാൻ എന്റെ സ്വത്ത് മുഴുവനും വിൽക്കാനും ചെലവഴിക്കാനും എന്റെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഏത് പ്രയാസത്തിനും ഏത് പ്രതിസന്ധി നേരിടാനും തയ്യാറാണെന്ന് കുട്ടിയുടെ ഉപ്പ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയാൽ ലോക്കൽ കത്തരി ലോക്കൽ സാധനങ്ങൾ ICU അഥവാ എമർജൻസി ഓപ്പറേഷന്റെ തിയേറ്ററിലേക്ക് പോയാൽ അതിന് സ്പെഷ്യൽ റേറ്റാണ്. 100 രൂപന്റെ സാധനത്തിന് 1000 2000 റേറ്റാണ് വരുന്നത്. ഹോസ്പിറ്റലിൽ സർവ്വതിനും വ്യാപകമായ ശക്തിയേറിയ ബില്ല് നമുക്ക് തരുകയും അവിടെ ഒരു പ്രയാസം നാം നേരിടാതെ എത്ര ചെലവാണെങ്കിലും സ്വന്തം ഭാര്യയുടെ സ്വർണം വിറ്റിട്ടാണെങ്കിലും വീടും വിറ്റിട്ടാണെങ്കിലും അതല്ലെങ്കിൽ വേറെ ഇവിടെ നിന്ന് കടം കിട്ടുകയാണെങ്കിലും മുഴുവനും പണം അടച്ച് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നാം നോക്കുന്നു. ചിലപ്പോൾ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടു, അതല്ലെങ്കിൽ നമ്മളിലേക്ക് തിരിച്ചു കിട്ടുന്നത് മയ്യത്തായിരിക്കാം. ഈ ഒരു അവസ്ഥയിൽ തങ്ങൾ ഉസ്താദിന് പറയാമായിരുന്നു, എനിക്ക് 1 ടൺ ഇരുമ്പ് വേണം, 6 mm 12 mm അതല്ലെങ്കിൽ 1 ടാങ്കർ ഫുള്ള് സിമെന്റ് വേണമെന്ന് പറയാമായിരുന്നു. പറഞ്ഞില്ല. തരുന്നാളുടെ മനസ്സറിഞ്ഞ് ഒരു പണ്ഡിതന്മാരും സാദാത്യങ്ങളും ഒരു വ്യക്തി അദ്ദേഹത്തെ അഥവാ തങ്ങന്മാരെയും ആലിമികളെയും ബന്ധപ്പെട്ടാൽ അവർക്ക് ദുനിയാവും ആഖിറവും 2 നിലക്കുള്ള മെച്ചം കിട്ടണമെന്ന സതുദ്ദേശത്തോടു കൂടിയാണ് പറയുന്നത്. വെള്ളത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു ചോദിക്കുന്നു, മേഘത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് മേഘത്തിൽ നിന്ന് വരുന്ന വെള്ളം കുടിക്കാനുള്ള വെള്ളം അത് നിങ്ങളാണോ വരുത്തുന്നത്, നാം ആണോ? ആ വെള്ളത്തിന്റെ രുചി നഷ്ടപ്പെട്ട് ഉപ്പ് വരെയായി മാറി, ചൗറായി മാറി, ടേസ്റ്റ് ഇല്ലാതായി. അതിനെ നിങ്ങൾക്ക് നന്നാക്കി എടുക്കാൻ കഴിയുമോ? കഴിയില്ല. ആ വെള്ളം വരുന്നത് ഇല്ലാതായാൽ ആ വെള്ളത്തെ പുനരുത്പാദിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അങ്ങനെയുള്ള വെള്ളം സമൂഹം ഇന്ന് ഏറ്റവും ആലോചിക്കുന്നതും ജനവാസ സ്ഥലത്ത് പോകുന്നതും വെള്ളമുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വ്യക്തിയുടെ ഈ കുട്ടിയുടെ രോഗം മാറിയതോടുകൂടെ തങ്ങൾ ഉസ്താദ് അദ്ദേഹത്തിന്റെ ദുനിയാവും ആഖിറവും വിജയിച്ചു കിട്ടണം. അദ്ദേഹം ഒരു ബോറെടുക്കാൻ വെള്ളമുണ്ടാക്കാൻ അദ്ദേഹത്തിനോട് നിർദ്ദേശിച്ചു. ആ വെള്ളം കൊണ്ട് എല്ലാവരും എടുക്കാനും കുളിക്കാനും കുടിക്കാനും നിസ്കരിക്കാനുമുള്ള സൗകര്യത്തിന് വേണ്ടിയതാണ് വെള്ളം. അതാണ് ഹിന്ദുസ്ഥാൻ കവി പറഞ്ഞത്, തോട പാനി പിയ യാദ് റബ്ബ് കോ കിയ ഭൂഖ് ഭീ മിट गई प्यास भी बुझ गई. ഏറ്റവും ക്ഷീണിച്ച് തടയാൻ കഴിയാത്ത വിശപ്പിന്റെ കാഠിന്യം കൊണ്ടും ദാഹത്തിന്റെ കാഠിന്യം കൊണ്ടും ഞാൻ ഇങ്ങോട്ടിങ്ങനെ ചുറ്റി നടക്കുമ്പോൾ തോട പാനി പിയ യാദ് റബ്ബ് കോ കിയ ഭൂഖ് ഭീ മിट गई प्यास भी बुझ गई. എനിക്ക് കിട്ടിയത് വെള്ളമാണ്. വെള്ളം കിട്ടിയാൽ 2 മെച്ചമുണ്ട്, വിശപ്പും നീങ്ങും, ദാഹവും നീങ്ങും. അദ്ദേഹം വെള്ളം കുടിച്ചു. തോടാ പാനി പിയ യാദ് റബ്ബ് കോ കിയ. വെള്ളം കുടിച്ച് അദ്ദേഹം ചെയ്തത് അൽഹംദുലില്ലാഹ് എന്ന് റബ്ബിനെ സ്തുതിച്ചു. ദാഹിച്ച് ക്ഷീണിച്ച് സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, വിശപ്പ്, കാഠിന്യമേറിയ അതികടുപ്പമായ വിശപ്പ്, രണ്ടും കൂടി അദ്ദേഹം ഏറ്റുവാങ്ങി. അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വെള്ളം കുടിച്ചു, റബ്ബിനെ സ്മരിച്ചു. ഇത് വെള്ളം, ഈ കുദറത്ത്, ഈ വെള്ളത്തിന്റെ ഈ ഒരു പ്രത്യേകത അത് അല്ലാഹുവാണ് തരുന്നത്. ഏത് ഭൂമിയിൽ എവിടെ വെള്ളം നാം വിചാരിച്ചത് കിട്ടൂല. അതൊരു അനുഗ്രഹമാണ്.
അങ്ങനെ ആ വെള്ളം അദ്ദേഹം കുടിച്ചു. അദ്ദേഹത്തിന് 2 മെച്ചങ്ങളുണ്ട്. ഭൂക്ക് भी मिट गई, प्यास भी बुझ गई, ദാഹവും നീങ്ങി, വിശപ്പ്. സാധാരണ നടക്കുന്ന ഒരു കാര്യമാണല്ലോ. ഒരാൾ നല്ലോണം വെള്ളം ധാരാളം വെള്ളം കുടിച്ച് വേർന്നു. അപ്പൊ വെള്ളം കൊണ്ടുള്ളൊരു മെച്ചാണ്. അതുപോലെ മറ്റൊരു പാനീയത്തിന് ആ വെള്ളം എല്ലാവരും കുടിക്കും. ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും, ഭൂമി ലോകത്തുള്ള എല്ലാ ജീവികളും വെള്ളം എല്ലാവരും ഉപയോഗിക്കും. സർവ്വ ജീവജാലങ്ങളും ഉപയോഗിക്കുന്ന സാധനമാണ്. ആ വെള്ളം കുടിച്ചാൽ അദ്ദേഹത്തിന്റെ ദാഹം നീങ്ങി, വിശപ്പും നീങ്ങി. വെള്ളം കൂടാതെ പ്രത്യേകത അങ്ങനെയുണ്ട്. രണ്ടും നീങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തങ്ങൾ ഉസ്താദ് ഒരു രോഗിയായി വന്നപ്പോൾ അദ്ദേഹത്തോട് കണക്കിനുള്ള കമ്പി ചോദിച്ചില്ല. 6 mm 12 mm പോലെയുള്ള കട്ടിമുട്ടായ ഉറപ്പുള്ള കമ്പി ചോദിച്ചില്ല, സിമന്റ് ചോദിച്ചില്ല. മറ്റെന്താ ചോദിച്ചത്? ഒരു ബോർ കുഴിച്ചിട്ടാ. അത് നിനക്ക് ദുനിയാവും ആഖിറവും വിജയത്തിന് ഒരു കാരണമാണ്. നിന്റെ കുട്ടിയുടെ രോഗം ശിഫയായി കിട്ടി, ഓക്കേ. പണം ചോദിച്ചില്ല. വെള്ളം കൊണ്ട് സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖയിൽ പെടുമത് എന്നതാണ് ഉലമാക്കളും സാദാത്യങ്ങളുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് നല്ല ഒരു ചൊവ്വായ വഴി, പരലോക വിജയത്തിന്റെയും ദുനിയാവിന്റെയും വിജയത്തിന്റെയും 2 വഴിയും കാണിച്ചു തരും എന്നതാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പോ വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന കാലത്ത് ധാരാളം ജലങ്ങൾ സമൂഹത്തിന് വിതരണം ചെയ്യാനും കുടിവെള്ളം റോഡിൽ വെക്കാനും നാം പഠിക്കണം, പ്രവർത്തിക്കണം. സബീലിൽ മായി എന്ന് പറയുന്ന വഴി റോഡിൽ വെച്ച് കുടിക്കൽ വഖഫ് ചെയ്ത് വെള്ളം വെക്കണം വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് വെള്ളത്തിന്റെ പ്രയാസം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ വെള്ളമില്ലാത്തവർക്ക് വെള്ളം കൊടുത്ത് സഹായിക്കാൻ, സഹകരിക്കാൻ നമ്മുടെ നേതൃത്വം പ്രചോദനം നൽകുകയാണ്. മജ്‌ലിസിന്റെ കീഴിൽ ധാരാളം കിണർ കുഴിച്ചു കൊടുത്ത ചരിത്രമുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു ാവട്ടെ, സ്വീകരിക്കട്ടെ എന്നീ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിൽ നമുക്ക് ദുആ ചെയ്ത പാത്തൂർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദ് ജലാലുദ്ദീൻ ജമലുൽ പാത്തൂർ, അല്ലാഹു ജല്ല ജലാലുഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. നമ്മുടെ ജയ്സാ ബാപ് വൈസാ ബേട്ട എന്ന് പറഞ്ഞതുപോലെ എങ്ങനെയാണ് മോശം, അതേപോലെ ബഹുമാനപ്പെട്ട പാത്തൂർ തങ്ങൾ, ബഹുമാനപ്പെട്ട ശറഫു സാദാത്ത് തങ്ങളുടെ സ്വഭാവം വളരെ ഭംഗിയാണെന്ന് 2 അഭിപ്രായം. ഏത് പ്രയാസം നേരിട്ട് പറയാൻ നമ്മുടെ ഒരു ഉപ്പയെ പോലെ, ജ്യേഷ്ഠനെ പോലെ, ഒരു കുടുംബാംഗങ്ങളെ പോലെ എന്ന് പറയാം. അതിന്റെ അതേ രീതിയിലാണ് ബഹുമാനപ്പെട്ട പാത്തൂർ തങ്ങൾ ഉസ്താദ് മരുമകനായി കിട്ടി. ഇപ്പൊ ഞാൻ കുറെ കാലമായി ബന്ധമുള്ളത്, എന്ത് പ്രയാസം വളരെ ലളിതമായ രീതിയിൽ അതിന് പരിഹാരം കണ്ടെത്തുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ ജമലുൽ തങ്ങൾ. വലിയ സയ്യിദുമാരെ കുടുംബമാണ്, പാലക്കാട് കുടുംബവും അങ്ങനെ ഖലീൽ തങ്ങളുടെ കുടുംബവും എല്ലാം കൂടെ ഒരുമിച്ച് ഒരു വലിയ അഹ്ലു ബൈത്ത് ശൃംഖലയിലുള്ള മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട പാത്തൂർ തങ്ങൾ ഉസ്താദ്. അവരുടെ അവർ ഒരു തത്സമത്തിന്റെ ക്ലിനിക്കിന്റെ ഷോപ്പ് നമ്മുടെ കണച്ചൂർ ഹോസ്പിറ്റലിന്റെ അടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട വ്യാഴാഴ്ച, ശനിയാഴ്ച, ചൊവ്വാഴ്ച, ആഴ്ചയിൽ 3 ദിവസം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഒരുപാട് ശമനങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ
പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടിയ ചരിത്രം എനിക്ക് അറിവുണ്ട്. എന്റെ അനുഭവങ്ങൾ ഇല്ലാത്ത ഞാൻ പറയും, തെളിവോടുകൂടെ തന്നെ പറയും. അപ്പോ തങ്ങൾ ഉസ്താദിന്റെ വീട് പാത്തൂറാണ്. ചികിത്സാ കേന്ദ്രം ചികിത്സാ കേന്ദ്രമാണ്. അതുമായി നാം ബന്ധപ്പെടുന്ന അനാവശ്യമായ മരുന്നുകളൊക്കെ വാങ്ങി കിഡ്നികളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഒരു ടാബ്ലറ്റ് വാങ്ങി തിന്നാൽ മുഖത്തേക്ക് ഒരു അടിന്റെ കാഠിന്യം കിഡ്നിക്കുണ്ട് എന്താണ് ബുദ്ധിജീവികളൊക്കെ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താതെ ആരോഗ്യകരമായ ചികിത്സകൾ, പിന്നെ മസാജ് സെന്റർ അടക്കമുള്ള ആരോഗ്യത്തിന് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അത് വെവ്വേറെയായിട്ട് അതിന്റെ ഇനങ്ങൾ വേറെ വേറെ ഡോക്ടർമാരെ കൊണ്ട് ചികിത്സിക്കപ്പെടുന്ന ഒരു ചികിത്സാ കേന്ദ്രമാണ് നമ്മുടെ അഷ്ഫ ചികിത്സാ കേന്ദ്രം. അല്ലാഹു ജല്ല ജലാലുഹു ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ദുആ സ്വാഗതമായി അർപ്പിക്കുന്നു. നമ്മുടെ സറഫ് സാദാത്ത് തങ്ങൾ ഉസ്താദ് വളരെ ക്ഷീണത്തിലാണ്. നമുക്ക് നേതൃത്വത്തിന് ഇവിടെ എത്തും. അല്ലാഹു ജല്ല ജലാലുഹു എല്ലാ ക്ഷീണങ്ങളും മാറ്റി പരിപൂർണ്ണ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നമുക്ക് എന്നേക്കും നേതൃത്വ സ്ഥാനത്ത് നമ്മെ ആശീർവദിക്കാൻ അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന ദുആ സ്വാഗതമായി അർപ്പിക്കുന്നതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ സമയത്ത് തഹജ്ജുദ് കഴിച്ചാൽ നമ്മുടെ നേതാക്കൾക്ക് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ഉണർത്തും. നമ്മുടെ മഹത്തായ മജ്‌ലിസിൽ ഫസൽ മീഡിയ ബഷീർ മദനി ഉസ്താദ്, അതുപോലെ തന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മൾ കുറഞ്ഞ ആളെ ഉള്ളൂ, എല്ലാവരും മുന്നിലത്തെ സീറ്റിൽ വന്നിരിക്കും. ആദ്യത്തെ സഫിലേക്ക് വരും. നമ്മുടെ ബഹുമാനപ്പെട്ട അഹമ്മദ് ഹാജി പുർസംഗോടി, അപ്പുച്ച, അദ്ലച്ച എന്ന് പറയുന്ന 3 വ്യക്തിത്വം, അത് പറയേണ്ടതില്ല, തങ്ങൾ മനസ്സുകൊണ്ട് എന്നും ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ഏത് സമയത്തും ഏത് രാത്രിയിലും കുരിയിരുട്ടിലും അവർ 3 ആളുകളും ഉണ്ടാവും. മലക്കും കാവലായി. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. തങ്ങളുടെ പൊരുത്തത്തിലായി മുന്നേറാൻ അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റിവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ മജ്‌ലിസിലെ സ്നേഹിതികൾ, ഉമ്മപ്പെങ്ങന്മാർ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിന് ഞാൻ വിരാമം കുറിക്കുന്നു. ഉത്ബോധനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട പാത്തൂർ തങ്ങൾ ഉസ്താദ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.